മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം അതീവ ഗുരുതരമായ സൈനിക രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആഗോളതലത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർണായക നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. മേഖലയിലെ നിലവിലെ അസ്ഥിരതയും ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന യുദ്ധ സാഹചര്യങ്ങളും മുൻനിർത്തി മിഡിൽ ഈസ്റ്റിലെ 14 രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യാന്തര യാത്രാവിലക്കും കർശന ജാഗ്രതാ നിർദ്ദേശവും US പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് കനത്ത ഭീഷണിയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിയന്തര നടപടി. മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷം പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തങ്ങളുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ വളരെ വേഗത്തിൽ മാറിമറിയാമെന്നും സമാധാനപരമായ അന്തരീക്ഷം പെട്ടെന്ന് തന്നെ വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറാമെന്നുമുള്ള കടുത്ത ആശങ്കയാണ് അമേരിക്ക പങ്കുവെക്കുന്നത്. തന്ത്രപ്രധാനമായ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും അവിടെ താമസിക്കുന്നവരുമായ എല്ലാ US പൗരന്മാരും പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് വാഷിംഗ്ടണിന്റെ കർശന നിർദ്ദേശം. തങ്ങളുടെ പൗരന്മാർ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രാ പദ്ധതികൾ കൃത്യമായി പുനഃപരിശോധിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ എപ്പോൾ വേണമെങ്കിലും തകിടം മറിയാമെന്നതിനാൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഓരോ വ്യക്തിയും വ്യക്തിപരമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സാഹചര്യങ്ങൾ വഷളായാൽ നയതന്ത്രപരമായ സഹായങ്ങൾ എത്തിക്കുന്നതിന് പോലും പരിമിതികൾ ഉണ്ടായേക്കാമെന്ന സൂചനയും ഈ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിപ്പിച്ച ഈ പുതിയ യാത്രാ നിർദ്ദേശത്തിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ പ്രധാനമായും 2 തട്ടുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ 9 പ്രമുഖ രാജ്യങ്ങളെ 3ാം ഘട്ട ജാഗ്രതാ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവമായി പുനഃപരിശോധിക്കുക എന്ന കർശനമായ നിർദ്ദേശമാണ് ഈ രാജ്യങ്ങളുടെ കാര്യത്തിൽ US നൽകുന്നത്. മേഖലയിലെ പ്രമുഖ സാമ്പത്തിക സൈനിക ശക്തികളായ ഇസ്രയേൽ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ 3ാം ഘട്ട പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഖത്തർ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കൻ താൽപര്യങ്ങൾക്കും പൗരന്മാർക്കും നേരെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് അമേരിക്കയെ ഇതിന് പ്രേരിപ്പിച്ചത്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ മറ്റ് 6 പ്രധാന പ്രദേശങ്ങളെയും രാജ്യങ്ങളെയും ഏറ്റവും ഉയർന്ന 4ാം ഘട്ട പട്ടികയിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇവിടങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന അതീവ ഗുരുതരമായ വിലക്കാണ് ഈ രാജ്യങ്ങളുടെ മേൽ US ചുമത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യവും ആഭ്യന്തര അസ്ഥിരതയുമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. അമേരിക്കയുടെ പ്രധാന ശത്രു രാജ്യമായ ഇറാൻ, കലുഷിതമായ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഇറാഖ്, ആഭ്യന്തര യുദ്ധം തകർത്ത സിറിയ, ഹിസ്ബുള്ള ഇസ്രയേൽ പോരാട്ടം കനക്കുന്ന ലെബനൻ എന്നിവ ഈ വിലക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. ഇവയ്ക്ക് പുറമെ ദീർഘകാലമായി യുദ്ധം തകർത്ത യമനും ഇസ്രയേൽ സൈനിക നടപടികൾ തുടരുന്ന ഗാസയും ഈ അതീവ അപകടകരമായ 4ാം ഘട്ട പട്ടികയിൽ തുടരുകയാണ്. ഇവിടങ്ങളിൽ US പൗരന്മാരുടെ ജീവന് നേരിട്ടുള്ള ഭീഷണിയുണ്ടെന്നാണ് വാഷിംഗ്ടൺ വിലയിരുത്തുന്നത്. മേഖലയിൽ നാളുകളായി പുകയുന്ന പ്രാദേശിക തർക്കങ്ങളും സൈനിക നീക്കങ്ങളും വൻതോതിൽ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ യാത്രാ വിലക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇസ്രയേലും വിവിധ അറബ് പോരാളി ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അതിരൂക്ഷമായി തുടരുന്നത് മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ഒരു ചാരക്കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുമോ എന്ന ഭീതി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമാണ്. തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളുടെയും സായുധ ഗ്രൂപ്പുകളുടെയും പ്രധാന ലക്ഷ്യം അമേരിക്കൻ സ്ഥാപനങ്ങളും പൗരന്മാരുമായിരിക്കുമെന്ന വ്യക്തമായ ധാരണ USനുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക താവളങ്ങളും കോർപ്പറേറ്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ചെറിയൊരു ആക്രമണം പോലും വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് കാരണമായേക്കാം. മേഖലയിലെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈനിക ഡ്രോൺ ആക്രമണങ്ങളെ കുറിച്ചും US കനത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ സാധാരണക്കാരായ യാത്രക്കാരുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ഇത്തരം കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വ്യോമ കടൽ ഗതാഗതങ്ങളെ പൂർണ്ണമായി സ്തംഭിച്ചേക്കാം.
ആഗോള ഊർജ്ജ വിപണിയെ ഈ സംഘർഷങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചും സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പ്രധാന കടൽപാതകളിലെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള യാത്രാവിലക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ടൂറിസം, വ്യോമയാന മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാകും സമ്മാനിക്കുക. യുഎസിൽ നിന്നുള്ള ബിസിനസ് യാത്രക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും എണ്ണത്തിൽ വൻ കുറവുണ്ടാകാൻ ഇത് ഇടയാക്കും. കൂടാതെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും സമാനമായ യാത്രാവിലക്കുകളുമായി രംഗത്തെത്താൻ ഈ യുഎസ് നീക്കം കാരണമായേക്കാം. നയതന്ത്ര തലത്തിൽ ഈ യാത്രാവിലക്ക് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും സാഹചര്യം കൈവിട്ടു പോയിരിക്കുന്നുവെന്നും അമേരിക്ക പരസ്യമായി സമ്മതിക്കുന്നതിന് തുല്യമാണത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടായേക്കാമെന്നതിന്റെ സൂചന കൂടിയാണിത്. അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിന് ഒന്നടങ്കം ഈ യാത്രാ നിർദ്ദേശം ഒരു മുന്നറിയിപ്പാണ്. വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മിഡിൽ ഈസ്റ്റ് നീങ്ങുകയാണെന്ന ഭീതി നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ഇറാന്റെയും സഖ്യകക്ഷികളുടെയും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മേഖലയുടെ ഭാവി രൂപപ്പെടുക. വാഷിംഗ്ടണിൽ നിന്ന് പുറത്തു വന്ന ഈ അടിയന്തര യാത്രാ ജാഗ്രതാ നിർദ്ദേശം മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. 14 രാജ്യങ്ങളെ ഒരേ സമയം ബാധിക്കുന്ന തരത്തിലുള്ള ഈ നയതന്ത്ര നീക്കം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ മിഡിൽ ഈസ്റ്റ് കൂടുതൽ കലുഷിതമായ ഒരു നാളേക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.